ഇത് ഈ ബോർഡ് കണ്ടില്ലേ, MDLP സ്കൂൾ. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. 1915 എസ്റ്റാബ്ലിഷായ ഒരു സ്കൂള്. എൻ്റെ നാട്ടിലുള്ള ചുറ്റുപാടുള്ളവരൊക്കെ ഇവിടെ പഠിച്ചത്. ഈ വഴിയാണ് ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്നത്. പണ്ട് കാലത്തെ ഈ വയലിൻ്റെ ഈ വഴിയുടെ താഴെ കുത്തനെയുള്ള ഒരു വഴിയായിരുന്നു. ഈ 2 സൈഡിലും കൃഷിപ്പാടങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പം കൃഷിയില്ല, പറയത്തെ വലിയ കൃഷിയൊന്നുമില്ല. ഇങ്ങനെ അന്ന് നെൽവയലുകളായിരുന്നു. പക്ഷേ ഈ വയൽ വഴി പോകുമ്പോൾ അതാണ്ട് ഈ വയലിൻ്റെ ഇതിൻ്റെ വരമ്പത്തൊക്കെ ഞങ്ങൾ മീനൊക്കെ പിടിക്കുവാണ് ചെറുപ്പകാലത്തൊക്കെ. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഇപ്പോഴും ഓർക്കും അവിടുത്തെ സാമുവൽ സാറ്, പിന്നെ അതുപോലുള്ള സാറുമാരൊക്കെ ഇപ്പോഴും ഓർക്കും. അതാണ്ട് ഇതുപോലുള്ള ഈ വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുന്നു. പണ്ടൊക്കെ ഞങ്ങൾ മാടത്തുംകാണി മീനെ പിടിക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങളായിരുന്നു. കണ്ടില്ലേ, ഒരു ഗ്രാമ അന്തരീക്ഷമാണ് ഇത്. പൂവന്മല എന്ന് പറഞ്ഞ ടൗണിലെ കൊച്ചു സ്കൂളാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് കാണുന്നത്. സ്കൂളിൻ്റെ മുന്നിലത്തെ വയലിൻ്റെ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ്. ഇവിടെ ഇപ്പോൾ കൃഷിയുണ്ട് സ്വകാര്യ വ്യക്തിയുടെ. ഹായ് എവരിബഡി, ഇതാണ് ഞാൻ പഠിച്ച പൂവന്മല MDLP സ്കൂള്. ഞാൻ ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെ പഠിച്ചതും എൻ്റെ ആദ്യ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് ഈ സ്കൂളിലാണ്. ഈ സ്കൂളിൻ്റെ പടിക്കെട്ടുകൾ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, മുകളിലോട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ വശങ്ങൾ ഇന്ന് അവധിയായതുകൊണ്ട് സ്കൂൾ അടഞ്ഞു കിടക്കുവാണ്. അപ്പം ഇവിടെ ഒരു യേശുവപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, പൂവന്മല MDLP സ്കൂൾ. 1915 സ്ഥാപിതമായ ഒരു സ്കൂളാണ്. അതിൻ്റെ ഒരു ഈ വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം ഞാൻ കേരളം വിട്ടിട്ട് 29 വർഷമായി. 29 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വന്നിട്ടില്ല. ഇതൊരു ധന്യനിമിഷമാണ്. നാളെ ഞാൻ ജീവിക്കുമോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും ഈ സ്കൂളിലാണ് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അജി, സെലിൻ, ബിൻസി, ഞങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ് റൂമാണ് ഈ കാണുന്നതാണ്. ഞാൻ 5ാം ക്ലാസ് 4ഉം 5ഉം പഠിച്ചത് ഈ ക്ലാസ് റൂമിലാണ്. അതുകൊണ്ട് കണ്ടില്ലേ ഈ പൊടി ഇന്നും അതുപോലെ വാതിലുണ്ട്. ഈ വാതിലിൽ കൂടെ ഞാൻ ചാടുമായിരുന്നു. സാറ് വടി എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ചാടുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സ്കൂളിൻ്റെ ഒരു കിണറുണ്ട്, ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന കിണർ. ഈ മുളഞ്ചോട്ടിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഒരു കാഴ്ച കേട്ടോ. ഇന്ന് എത്രയോ വർഷത്തിന് ശേഷം വരുവാണ് ഈ സ്കൂളൊന്ന് കാണണമെന്ന് തോന്നി. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടത്തില്ല, വരാൻ ഒരു ഭയമുണ്ട്. ഇത് സ്കൂളിൻ്റെ മുകളിലോട്ടൊരു പള്ളിയുണ്ട്. പണ്ട് സ്റ്റെപ്പായിരുന്നു കേട്ടോ. കണ്ടില്ലേ സ്കൂളിൻ്റെ പുറകുവശമാണ്. ഞാൻ പഠിച്ച പൂവന്മല MDLP സ്കൂളാണ്. 1915 സ്ഥാപിതമായ MDLP സ്കൂൾ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഈ മുറ്റത്താണ് ഞാൻ ഓടിക്കളിച്ച് നടന്നത്. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട്. എൻ്റെ കൂട്ടുകാർ സിബി, സെലിൻ, സാം, അജി, വിൻസി, അങ്ങനെ എത്ര പേര്. എനിക്ക് പലരുടെയും പേര് ഓർക്കുന്ന പോലും ഇല്ല. ചിലരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. എങ്കിലും ഈ ഒരു ധന്യ നിമിഷം ഭയങ്കര ഇത് തന്നെ കേട്ടോ. ഇതിൻ്റെ മുന്നിലെ പണ്ട് നല്ല സുന്ദരമായ വയലായിരുന്നു. അപ്പോൾ വെള്ളം പറ്റുന്ന സമയത്ത് ഞങ്ങൾ നാരങ്ങ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പം കാട് പിടിച്ചു, ജനസാന്ദ്രം കുറഞ്ഞ ഒരു ഏരിയയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഏറ്റവും വടക്കിൽ ചെന്ന LP സ്കൂളാണ് പൂവന്മല. എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ള സാമുവൽ സാറാണ്. ആ സാറിൻ്റെ ക്ലാസ് റൂമും കൂടെ ഇത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ മുറ്റത്ത് വന്നതിന് വലിയൊരു നന്ദി. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ പടിക്കെട്ടിലൊക്കെ എത്രയോ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. എത്രയോ വർഷം പഴക്കമുള്ള ആ സ്കൂളിൻ്റെ മുന്നിലത്തെ ആ മൂത്രപ്പുര എത്രയോ വർഷം പഴക്കമുണ്ട്. താഴോട്ടുള്ള പടിക്കെട്ട്. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. എൻ്റെ ഈ നിൽക്കുന്ന സ്ഥലത്ത് എവിടെയോ ഒരു പറങ്കി മാവ് ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്പോൾ കാണാറില്ല. വീണ്ടും കാണാം. നല്ല വീഡിയോ ആയി.